അപ്പം ഞങ്ങളിന്ന് പോണത് TK കോളനിക്കാണ്. കുറച്ച് ദൂരമുണ്ട്, പക്ഷെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ളൊരു പ്ലേസാണ്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ നല്ല ആഗ്രഹമായിരുന്നു TK കോളനിക്ക് പോകണമെന്ന്. കുറേ കാലമായി പോകണമെന്ന് വിചാരിക്കണമുണ്ട്. പക്ഷേ ഞങ്ങൾ ഗേൾസ് മാത്രമായതുകൊണ്ട് അവിടെ അത്ര സേഫ് അല്ല എന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ലാഗ് അടിച്ച് നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ജ്യോതിയേട്ടൻ വന്നു. അപ്പോൾ ജ്യോതിയേട്ടൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഇപ്പോൾ ഈ വ്യൂ തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഗുരുവട്ടെ പോയിട്ടുള്ളൂ TK കോളനിക്ക് കേട്ടോ. അതും ഒരു 2-3 വർഷം മുന്നെയാണ് പോയത്. അപ്പം എൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ ഇപ്പം എത്തുന്നായിരുന്നു, പക്ഷെ കുറേ കഴിഞ്ഞിട്ടാണ് എത്തിയത്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. ദൃശ്യമുള്ള സൗന്ദര്യം നോക്കാൻ വേണ്ടിയിട്ട് ബൈക്കിനടുത്തേക്കൊന്ന് പോയതേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവളെ ഷോള് കരിയുന്ന ഒരു സ്മെല്ല് വന്നപ്പോഴാണ് കണ്ടത്. സൈലൻസർമ തട്ടിയിട്ട് അവളെ ഷോള് ഒന്ന് കരിഞ്ഞു പോയി. ഇനി അത് യൂസ് ചെയ്യാനും പറ്റൂല കേട്ടോ. പിന്നെ ഈ ഒരു TK കോളനി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് നിഗൂഢതകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ പോണ സ്ഥലത്തിൻ്റെ കുറച്ച് ദൂരം വരെ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടെ എന്താ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകണമൊക്കെ കാണാനും നല്ല സൗണ്ടും ഒക്കെ കേൾക്കാൻ പറ്റും, വെള്ളം ഒഴുകണ സൗണ്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് തിരിച്ചു തന്നെ പോന്നു, കുറേ ദൂരമൊന്നും പോയില്ല. അപ്പോൾ ഈ ഒരു TK കോളനീനെ വേണമെങ്കിൽ നമുക്ക് 2 സ്പോട്ടായിട്ട് പറയാം. ഒന്നെന്ന് പറയുന്നത് നല്ല വ്യൂ ഒക്കെ ഉള്ള കാടും മലയും അങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പിന്നുള്ളത് ഈ ഒരു പുഴ വരുന്നൊരു പ്ലേസ് ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വ്യൂ പോയിന്റിലേക്ക് പോണതിൻ്റെ മുന്നെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. വഴി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പെരുന്നാളിൻ്റെ അന്നായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ അന്നായതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. കുറേ മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ അന്ന് കുറച്ച് കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ഇത്രയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു TK കോളനിക്ക്, പക്ഷേ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറൊരു സ്ഥലത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സ്പോട്ടിലേക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചായ കുടിക്കൽ നടന്നില്ല. അതെന്തായാലും ലോങ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഞങ്ങൾ പിന്നെ ലൈമും കേക്കും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ലോങ് വീഡിയോ എല്ലാവരും മറക്കാതെ കാണണേ. അതെന്തായാലും നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.